ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. വല്ലപ്പുഴയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 50ഓളം കോഴികൾ ചത്തു. 2 മാസത്തോളം പ്രായമുള്ള കരിങ്കോഴികളാണ് ചത്തത്. തെരുവ് നായകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വല്ലപ്പുഴ ചെറുകോട് പ്രദേശത്തുകാർ. കഴിഞ്ഞ ദിവസം ഇവിടെ 1-2-3 50ഓളം കരിങ്കോഴികളെയാണ് തെരുവ് നായകൾ കൊന്നൊടുക്കിയത്. വല്ലപ്പുഴ ചെറുകോട് താമരശ്ശേരി അനൂപിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് നായകൾ ഒന്നടങ്കം കൊന്നൊടുക്കിയത്. രാത്രിയുടെ മറവിലായിരുന്നു ഈ അക്രമം. 2 മാസത്തോളം പ്രായമുള്ള കോഴികളെയാണ് കൊന്നൊടുക്കിയത്. വലിയ വില കൊടുത്താണ് അനൂപും കുടുംബവും ഈ കോഴികളെ കോഴിക്കോട് നിന്നും കൊണ്ടുവന്നത്. ഇവരുടെ ഉപജീവനമാർഗം കൂടിയായിരുന്നു ഇതാണ് തെരുവുനായകളുടെ ശല്യത്തിൽ ഇല്ലാതായത്. കോഴികളെ മാത്രമല്ല, മനുഷ്യന് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ തെരുവുനായകൾ വരുത്തിവെക്കുന്നതെന്നാണ് ഇവിടുത്തെ പരാതി. കരിങ്കോഴികൾ കുറെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കോഴിക്കോട് നിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വളർത്തുന്ന കരിങ്കോഴികളാണ്. ചെറിയ പ്രായത്തിൽ വാങ്ങിട്ട് വളർത്തുന്നതാണ്. അപ്പൊ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നോക്കി ഉണ്ടാക്കിയിട്ട് തെരുവ് നായ്ക്കൾ കാരണം ഞങ്ങളെ കരിങ്കോഴികളൊക്കെ പോയി. 10-50 കരിങ്കോഴികൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൽ എല്ലാറ്റിനെയും പിടിച്ചിട്ടുണ്ട്. ആകെ 4 എണ്ണത്തിന് ഞങ്ങൾക്ക് ഇപ്പൊ ജീവനോടെ കിട്ടിയത്. തെരുവ് നായ്ക്കളെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും വയ്ക്കുന്നില്ല. ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോവുക, തുണികള് അഴക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുക. ഇത്തരത്തിൽ കുറെ ഞങ്ങളെ ശല്യം ചെയ്ത് തുടങ്ങിയിട്ട് ഒരു നടപടി ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. എന്ത് ഞങ്ങൾ ചെയ്യേണ്ടി വരില്ല. 5-6 നായ്ക്കളൊക്കെ ഒരുമിച്ച് വന്നതിന് ഞങ്ങൾ എന്താ ചെയ്യുക? കുട്ടികളുള്ള വീടാണ്. കുട്ടികളെ നേർക്ക് ചാടാറുണ്ട്. കരിങ്കോഴി കുട്ടികളെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ തുറന്നു വിട്ട് ശ്രദ്ധിച്ചിട്ട് അതിനെ പിടിച്ചുകൊണ്ടാകാൻ ശ്രമിക്കാറുണ്ട്. ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയണില്ല. ഒരുപാട് ശല്യമായിട്ടുണ്ട്. അവരെ കൊണ്ട് നല്ല ശല്യമുണ്ട്. ചെരുപ്പുകള് അതുപോലെ എന്തെങ്കിലും പുറത്ത് വെച്ചാൽ അതെല്ലാം എടുത്തുകൊണ്ട് കടിച്ച് പൊളിച്ചിടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഇവിടെ ജീവിക്കാൻ അറിയണില്ല. അത്രയും കഷ്ടപ്പെട്ട് ചെറിയ പ്രായത്തിൽ വാങ്ങി വളർത്തി ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളാണിത്. അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് എത്ര ഇടങ്ങളുണ്ടെന്ന് അറിയാം. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഉണ്ടാക്കി എടുക്കണ സാധനത്തിന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ. വീട്ടുമുറ്റത്തിടുന്ന ഒട്ടുമിക്ക സാധന സാമഗ്രികളും തെരുവുനായകൾ കടിച്ചുകൊണ്ടുപോവുകയാണ്. കുട്ടികൾക്ക് നേരെയും തെരുവുനായകൾ അടുക്കുന്നുണ്ട്. പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് തെരുവുനായയുടെ കടിയിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നും ഇവിടുത്തുകാർ പറയുന്നു. തെരുവുനായകളുടെ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം.